നമസ്കാരം. സൂര്യഗ്രഹണവും ശിവരാത്രിയും ഒരുമിച്ച് വരുന്ന ഈ അത്ഭുത നിമിഷത്തിൽ ആകാശത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. വിധി മാറ്റി വരയ്ക്കാൻ ശേഷിയുള്ള മഹാദേവൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഒരു സുവർണ കാലഘട്ടത്തിന് ഇന്ന് തുടക്കമാകുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളിലൂടെ രാജാവിനെപ്പോലെ ജീവിക്കാൻ യോഗമുള്ള ആ 5 നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഞെട്ടിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ധനവും പ്രശസ്തിയും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരും. ജീവിതം മാറിമറിയുന്ന സമയം, എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. കാലങ്ങളായി ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും. ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ ഈ നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല ദിനങ്ങൾ തന്നെയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ജ്യോതിഷപ്രകാരം സൂര്യൻ ആത്മാവിനെയും ശിവൻ ജഗദ്ഗുരുവിനെയും പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂര്യഗ്രഹണത്തിന് ശേഷം ശിവരാത്രി വ്രതശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരുടെ കടബാധ്യതകൾ തീർന്നു കിട്ടും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു. ഒരിക്കലും മറക്കാനാവാത്ത നേട്ടങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവരുടെ കടബാധ്യതകൾ തീരുന്നതിനും മുടങ്ങിക്കിടന്ന മംഗളകർമ്മങ്ങൾ നടക്കാനും തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ച നേടാനും ഈ സമയം ഇവർക്ക് സാധ്യമാകും. അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ഈ വലിയ ഭാഗ്യം തേടിയെത്തുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. ഏതെങ്കിലും വിധേനെ മുടങ്ങിക്കിടന്നിരുന്ന ധനമൊക്കെ ഇവർക്ക് കിട്ടുന്ന സമയം തന്നെയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറിവരുന്ന പുതിയ തീരുമാനങ്ങൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും. മഹാദേവൻ്റെ പ്രത്യേക കൃപയാൽ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യക്കുറിയൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയം, വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയുന്ന സമയം, അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും ഇവർക്ക് കാണുന്നുണ്ട്. മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഇനിയുള്ള നാളുകൾ വളരെയധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. നിങ്ങളെ സംബന്ധിച്ച് പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞു. വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വലിയ ലാഭം കൊയ്യാൻ ഇവർക്ക് സാധിക്കും. രാജകീയ സൗകര്യങ്ങൾ സ്വന്തമാക്കാൻ പറ്റിയ സമയമാണിത്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു നിറയുന്ന സമയം. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖ ദുരിതങ്ങളുമൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ലോട്ടറി ഭാഗ്യമുണ്ട്. ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗമുണ്ട്. പ്രണയ സാഫല്യത്തിന് യോഗമുണ്ട്. അങ്ങനെ പല രീതിയിലും പല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതം മാറിമറിയും.
ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഇനിയുള്ള സമയം വളരെ ഉയർച്ചയുടേതാണ്. നിങ്ങളുടെ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞു. വിദേശയാത്രയ്ക്കൊക്കെ യോഗം വന്നു ചേരുന്ന സമയം, ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ചിട്ടയായ പ്രാർത്ഥനയിലൂടെ ഇവർക്ക് വൻ നേട്ടങ്ങൾ സ്വന്തമാക്കാം. ദീർഘകാലമായുള്ള രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തും. അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് ഉത്രം നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഒപ്പം ലോട്ടറി ഭാഗ്യവുമുണ്ട്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു. അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടാൻ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും എന്നത് വാസ്തവമാണ്, സത്യമാണ്. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ഭാഗ്യദേവത ഇവരെ കനിഞ്ഞനുഗ്രഹിക്കും. വളരെ നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ഇവരൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിത ലാഭം ലഭിക്കും. പുതിയ വീട് വാങ്ങാനുള്ള യോഗം വന്നു ചേരും. പുതിയൊരു വാഹനം വാങ്ങാനുള്ള യോഗം വന്നു ചേരും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു വഴി തെളിയും. മുടങ്ങിപ്പോയ വിവാഹ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. ലോട്ടറി ഭാഗ്യവുമുണ്ട്. ലോട്ടറിയൊക്കെ അടിക്കാനുള്ള സാധ്യത നിങ്ങളിൽ വളരെ കൂടുതലാണ്. അവസാനമായി അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ശനിദോഷങ്ങൾ മാറി ശിവാനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്ന സമയമാണിത്. തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ്. ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നേറാൻ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും. ഇനി നിങ്ങളുടെ യോഗങ്ങളുടെ സമയമാണ്. ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും. ഈ 5 നക്ഷത്രക്കാരും ശിവരാത്രി വ്രതമൊക്കെ കഴിഞ്ഞ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തുന്ന സമയമാണ്. സൂര്യഗ്രഹണ സമയത്ത് ജപിക്കുന്ന മന്ത്രങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ്. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. മഹാദേവൻ്റെ തുണ നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു നല്ല സമയം, ഒരു നല്ല കാലഘട്ടം ആശംസിക്കുന്നു. നല്ലതേ സംഭവിക്കുകയുള്ളൂ. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.